നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോയാലോ? ദ സർപ്രൈസ്. ദ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് സർപ്രൈസ് ഒക്കെ കിട്ടാറുണ്ടോ? നിങ്ങൾക്ക് അറിയാണ്ട്, നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് പ്രതീക്ഷിക്കാണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഗിഫ്റ്റോ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രണ്ട്സിനെയൊക്കെയാണ് സർപ്രൈസ് എന്ന് പറയുക. നമുക്ക് ഈ പിക്ചറിലൊന്ന് നോക്കിയാലോ? ഈ പിക്ചറിൽ എന്താ കാണുന്നത്? ഇത് എവിടെയാണ് സ്ഥലം? ഇതൊരു ക്ലാസ് റൂമാണ്. അവിടെ നിങ്ങൾക്ക് സഷയെ കാണാനുണ്ടോ? സഷ എന്താ ചെയ്യുന്നത്? സഷ ഈസ് ഗിവിങ് ഉണ്ണിയപ്പം ടു ഹെർ ഫ്രണ്ട്സ്. ഇനി നമുക്ക് പാഠം ഒന്ന് വായിച്ചു നോക്കാം. ദ സർപ്രൈസ്. സഷ ആൻഡ് നവീൻ റീച്ച്ഡ് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. സഷയും നവീനും ബെല്ലടിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ്, ജസ്റ്റ് ബിഫോർ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് സ്കൂളിലെത്തി. ഇറ്റ് സ്മെൽസ് നൈസ്. വാട്ട്സ് ഇൻ യുവർ ബാഗ്? നവീൻ ആസ്ക്ഡ്. ഹായ്, നല്ല മണം. ഇറ്റ് സ്മെൽസ് നൈസ്. വാട്ട്സ് ഇൻ യുവർ ബാഗ്? നിൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ എന്താ? നവീൻ ആസ്ക്ഡ്. ഇറ്റ്സ് എ സർപ്രൈസ്. വെയിറ്റ് ഫോർ എ വൈൽ. അതൊരു സർപ്രൈസ് ആണ്, നീ കുറച്ച് നേരം കൂടിയും കാത്തിരിക്കേ. വെയിറ്റ് ഫോർ എ വൈൽ. സഷ ടുക്ക് ഔട്ട് ദ ടിഫിൻ ബോക്സ് ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. സഷയുടെ ടിഫിൻ ബോക്സ് പുറത്തേക്ക് എടുത്ത് അത് തുറന്നു. വാവ്, ഉണ്ണിയപ്പം. നവീൻ എക്സ്ക്ലെയിംഡ്. വാവ്, ഉണ്ണിയപ്പാണല്ലോ. നവീൻ എക്സ്ക്ലെയിംഡ്. നവീൻ എക്സ്ക്ലെയിംഡ് എന്ന് പറഞ്ഞാൽ നവീൻ ആശ്ചര്യപ്പെട്ടു അല്ലെങ്കിൽ അത്ഭുതപ്പെട്ടു എന്നൊക്കെ പറയാം. ഈ ഒരു ചിഹ്നം കണ്ടോ? ഈ ഒരു ചിഹ്നത്തിന് എന്താ പറയുക? ഇതാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതം വരുന്ന സമയത്ത് കാണിക്കാനുള്ള ഒരു സിമ്പിളാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. ആൾ ദ ചിൽഡ്രൻ റെസ്റ്റ് ടുവേർഡ്സ് സഷ. എല്ലാ കുട്ടികളും സഷയുടെ അടുത്തേക്ക് ഓടിപ്പോയി. വെയിറ്റ്, ഡോണ്ട് റഷ്. നിൽക്ക്, തിടുക്കം കൂട്ടല്ലേ. ദർ ഈസ് ഇനഫ് ഫോർ എവറി വൺ. ഇതിൽ എല്ലാവർക്കും ഉള്ളത് ആവശ്യത്തിനുണ്ട്. നവീൻ സെറ്റ്. ആരാ പറഞ്ഞത്? നവീനാണ് പറഞ്ഞത്. അറ്റ് ദാറ്റ് മൊമെൻറ്റ് സം വൺ അപ്പിയേർഡ് അറ്റ് ദ വിൻഡോ. ആ സമയത്ത് ആരോ ആ വിൻഡോൻ്റെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പിയേർഡ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു, വന്നു എന്നൊക്കെ ഉള്ളതാണ്. ഹേയ്, ഹൂ ഇസ് ദാറ്റ്? ഹേയ്, ഇത് ആരാണ്? ഹൂ ഇസ് ദാറ്റ്? സഷ ആസ്ക്ഡ്. ആരെയോ കണ്ടിട്ട് ചോദിക്കുകയാണ്. ഹേയ്, ഹൂ ഇസ് ദാറ്റ്? നിങ്ങൾ ആരെങ്കിലും കണ്ടാലല്ലേ ചോദിക്കുക ഇതാരാന്ന്. അപ്പോൾ സഷ ആരെയോ കണ്ടിട്ടുണ്ട്. ആരെയായിരിക്കും സഷ കണ്ടത്? നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. സഷ സോ സംബഡി അറ്റ് ദ വിൻഡോ. ഹൂ കുഡ് ദാറ്റ് ബി? സഷ ആരെയോ ആ ജനലിൻ്റെ അവിടെ കണ്ടിട്ടുണ്ട്. അത് ആരായിരിക്കും? നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു മേക്ക് എ ഗസ്? ഇനി എല്ലാവരും പേജ് നമ്പർ 29 എടുക്കുക. ഇനി നമുക്കൊരു ആക്ടിവിറ്റി നോക്കിയാലോ. ആക്ടിവിറ്റി നമ്പർ 14. പേജ് നമ്പർ 29 ആക്ടിവിറ്റി നമ്പർ 14 ഉള്ളത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അമ്മ, ഷാൽ ഐ ടേക്ക് സം ഉണ്ണിയപ്പം ടു സ്കൂൾ? അമ്മ, ഞാൻ കുറച്ച് ഉണ്ണിയപ്പം എടുത്ത് സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ. സാഷ ആസ്ക്ഡ്. സാഷ ചോദിച്ചു. വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്? നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തൊക്കെയാണ് കൊടുക്കാൻ ഇഷ്ടമായത്? ഒരു പെൺകുട്ടി അവിടെ നിന്ന് പറയുന്നുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ടോയ്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഒരു കുട്ടി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ടോയ്സൊക്കെ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടമാണ്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളതെന്ന് ഇവിടെ ഈ ഡാഷിലുകളിൽ എഴുതുക. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, പരീക്ഷയ്ക്ക് വരുന്നതാണ്, നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി വരുന്നതാണ്. അവിടെ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ പെൻ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ പെന്ന് എൻ്റെ കൂട്ടുകാരുമായി പങ്കിടാൻ തയ്യാറാണ്, എനിക്കിഷ്ടമാണ്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ പെൻസിൽസ് വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ പെൻസിൽസും എൻ്റെ കൂട്ടുകാരുമായിട്ട് പങ്കിടാൻ ഇഷ്ടമാണ്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ക്രയോൺസ് വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ക്രയോൺസ് എൻ്റെ കൂട്ടുകാർക്കെല്ലാം കൊടുക്കാൻ വളരെയധികം ഇഷ്ടമാണ്.